മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കനത്ത നാശനഷ്ടം സംഭവിച്ച ഒരാളാണ് ചൂരൽമലയിലെ അണ്ണയ്യൻ. 2 ഏക്കർ തോട്ടവും വീടും വാഹനങ്ങളും എല്ലാം നഷ്ടപ്പെട്ട അണ്ണയ്യന്റെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ 24 പലതവണ റിപ്പോർട്ട് ചെയ്തു. ഇദ്ദേഹത്തിന് സഹായഹസ്തവുമായി എത്തിയിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ 24 ഇമ്പാക്ട്. ചൂരൽമല ദുരന്തത്തിൽ 55 മൃതദേഹങ്ങളാണ് അണ്ണയ്യൻ എന്ന കർഷകന്റെ 2 ഏക്കർ ഭൂമിയിൽ നിന്ന് കിട്ടിയത്. ഈ ഭൂമിയും അതിലൊരു വീടും 2 വാഹനങ്ങളും ചൂരൽമല ജംഗ്ഷനിലെ 4 കടമുറികളും ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ട ആളാണ് ഈ അണ്ണയ്യൻ. കൂറ്റൻ മരങ്ങളടിഞ്ഞ ഭൂമി കൃഷിയോഗ്യമാക്കി തരണം എന്നത് മാത്രമാണ് അണ്ണയ്യന്റെ ഒരേ ഒരു അഭ്യർത്ഥന. ഞങ്ങൾ പെറ്റു വളർന്ന ഇവിടെ തന്നെയാണ്. മുണ്ടക്കൈയിൽ ഉരുൾ പൊട്ടി വരുന്ന ഭാഗത്തു നിന്നാണ് ഞങ്ങൾ പെറ്റു വളർന്ന സ്ഥലം. ഇതിൽ നല്ലൊരു കൃഷിയായിരുന്നു ഉണ്ടായത്. ഫുൾ കാപ്പിയാണ് ഈ തോട്ടത്തിലുള്ളത്. കാപ്പി എന്ന് പറഞ്ഞാൽ വെള്ളാർമല വില്ലേജിൽ ഇങ്ങനത്തെ ഒരു തോട്ടം എവിടെയില്ല. സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്ത സർവ്വതും നഷ്ടപ്പെട്ട അനുഭവമാണ് അണ്ണയ്യൻ എന്ന കർഷകനുള്ളത്. വീട്, 2 ഏക്കർ ഭൂമി, ഇതിലെ കൃഷി, വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ, ചൂരൽമല ജംഗ്ഷനിലെ കടമുറികൾ, വാഹനങ്ങൾ എല്ലാം ഉരുളെടുത്തു. കൃഷിഭൂമിയിൽ അടിഞ്ഞുകിടക്കുന്ന മരത്തടികൾ മാറ്റിയാൽ താൻ വീണ്ടും കൈക്കോട്ടുമായി ഇറങ്ങുമെന്ന ദൃഢനിശ്ചയമാണ് അണ്ണയ്യനുള്ളത്. 24 നിരവധി തവണയാണ് അണ്ണയ്യനെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഇദ്ദേഹത്തെ സഹായിക്കാൻ കാലിക്കറ്റ് സർവകലാശാല സ്റ്റാഫ് ഓർഗനൈസേഷൻ തയ്യാറായി. ഒരു ഓട്ടോറിക്ഷയാണ് സംഘടന ടി സിദ്ദിഖ് MLA വഴി കൈമാറിയത്. സഹായങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി അണ്ണയ്യൻ ആവർത്തിക്കുന്നത് കൃഷിഭൂമിയിലെ അടിഞ്ഞുകിടക്കുന്ന വസ്തുക്കൾ നീക്കം ചെയ്തു തരണം എന്നാണ്. ഈ 24 ചാനലാണ് എനിക്ക് ഈ പ്രശ്നം എല്ലാ നാട്ടിലും അറിയിച്ചത്. ഏറ്റവും കൂടുതൽ അവരോട് എനിക്ക് നന്ദി അറിയിക്കാനുണ്ട്. അതിനോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാരവാഹികളോടും എൻ്റെ ജീവിതത്തിന് വേണ്ടി ഇത് ചെയ്തു തന്ന അവരോടും അവരുടെ കുടുംബത്തിനോടും എനിക്ക് നന്ദി പറയാനുണ്ട്. കഴിയുന്നത് എൻ്റെ സ്ഥലത്തിൻ്റെ മരങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ വിചാരിച്ചാലേ അത് നടക്കുള്ളൂ. അണ്ണയ്യൻ്റെ ചൂരൽമലയിലെ ഭൂമിയിൽ നിന്നാണ് 50-ലേറെ മൃതദേഹങ്ങൾ വീണ്ടെടുത്തത്. 24 വയനാട്.